സംവിധാനങ്ങളും ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KSRTC ബസ്സുകൾ തന്നെ ഇപ്പോൾ ഈ 1:15 കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് മടങ്ങി വേണ്ട വീടുകളിലേക്ക് പോകും. ആ വീടുകളിലേക്ക് പോകുന്നതിന് വേണ്ടി KSRTC ബസ്സുകളുടെ വലിയൊരു നിര തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കും. ഏകദേശം നഗരത്തിൽ നിന്നും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പോകാൻ ഏകദേശം 300-ലധികം ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇത്രയും ആളുകൾ നഗരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ പൊങ്കാല കഴിഞ്ഞ് അവിടെ എത്തിയിരിക്കുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ചൂട്ടുകൾ, വിറകുകൾ, ഇവര് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമുള്ള ചുടുകല്ലുകൾ അതൊക്കെ എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയൊക്കെ നഗരസഭ തന്നെ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 3 മണി കഴിയുന്നതോടെ ഈ നഗരം ശുചീകരണം തുടങ്ങും. കാരണം വേനൽ ചൂട് അത്ര വലുതാണ്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങുന്നില്ല. 3 മണിക്ക് ശേഷം ഹരിത കർമ്മസേനാംഗങ്ങൾ രംഗത്തിറങ്ങും. അവർ ഈ വീടും പരിസരവും ഒക്കെ തന്നെ ഓരോ വീടുകളുടെ പരിസരങ്ങൾ, പാതയോരങ്ങൾ, ഈ പൊങ്കാല സമർപ്പണം നടത്തിയ എല്ലാ സ്ഥലങ്ങളും ശുചിയാക്കി അവർ മടങ്ങും. അങ്ങനെ ശുചീകരണത്തിന്റെ കാര്യത്തിലായാലും ഭക്തിയുടെ കാര്യത്തിലായാലും തലസ്ഥാനം എപ്പോഴും മുന്നിൽ എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രമാണ് പൊങ്കാല നിവേദ്യത്തിനായി ഉള്ളത്. 1:15 പൊങ്കാല നിവേദ്യം. ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നീട് ഇന്ന് കുത്തിയോട്ടമാണ്. അതായത് ദേവിക്ക് മുന്നിൽ ഓരോ വീടുകളിൽ നിന്നും അവരുടെ വീടുകളിലെ ബാലന്മാരെ, ആൺകുട്ടികളെ അവരുടെ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസം തന്നെ ആൺകുട്ടികൾ അവിടെ എത്തുന്നു. അവർക്ക് കുത്തിയോട്ട ചുവടുകൾ പഠിപ്പിക്കുന്നു. അവര് അമ്പലത്തിൽ ഭക്ഷണം കഴിച്ച്, അമ്പലത്തിൽ ഉറങ്ങി, അമ്പലക്കുളത്തിൽ കുളിച്ച് ഇന്ന് അവരുടെ കുത്തിയോട്ട ചടങ്ങുകളും വിളക്കുമൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ മാത്രം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ, ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകത. ഒപ്പം വിളക്ക് കെട്ട് എന്ന് പറയുന്ന മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. കാരണം വീടുകളിൽ നിന്നും അലങ്കരിച്ച രൂപങ്ങൾ, വിളക്കുകൾ ശിരസിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു ചടങ്ങാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സംസ്കാരവും ഒരു ഭക്തിയും ഒരു സ്നേഹമാണ് ഏറ്റവും വലുത്. കാരണം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനായാലും ആഹാരം കൊടുക്കാനായാലും തലസ്ഥാന നിവാസികൾ കാണിക്കുന്ന ആ ഒരു മനസ്സ്, ആ വലിയ മനസ്സ് ഇവിടെ സ്നേഹമായി ഈ പൊങ്കാലയുടെ കാര്യത്തിൽ ഉയർന്നു പോകുന്നു. അങ്ങനെ സ്നേഹവും സംസ്കാരവും ഭക്തിയും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ആനന്ദോത്സവത്തിന്റെ പരിസമാപ്തിയുടെ മിനിറ്റുകളിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. തീർച്ചയായിട്ടും പൊങ്കാല നിറവിലാണ് അനന്തപുരി. തലസ്ഥാനം ഭക്തിസാന്ദ്രമാണ്. പൊങ്കാലയ്ക്ക് മുൻപ് ദേവി ദർശനം നടത്താൻ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയിരുന്നത്. പൊങ്കാലയ്ക്ക് ശേഷവും ദേവിയെ കാണാനുള്ള ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഷ്ണു കരുണാകരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, കൊടും ചൂടാണ്. ആ ചൂടത്തും ആറ്റുകാൽ പൊങ്കാലയിൽ ദേവി ദർശനത്തിന് ഇനി നിവേദ്യം 1:15 നിവേദ്യ സമർപ്പണം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 1:15 തന്നെ നിവേദ്യ സമർപ്പണം ഉണ്ടാകുന്നത്. സാധാരണ എല്ലാ വർഷത്തെക്കാളും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഈ വർഷം ഒരുക്കുന്നത്. ഏതായാലും ക്ഷേത്രഭാരവാഹികളെല്ലാം നേരത്തെ അറിയിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായത്. സാധാരണഗതിയിൽ 2 മണിക്ക് ശേഷം 2:30-ഒക്കെയാണ് നടക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും അവരുടെ നിവേദ്യങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുമാത്രമല്ല സന്ധ്യാസമയം പോലും കഴിഞ്ഞ് വൈകിയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും നേരത്തെ ഇത് കൃത്യമായി പൊങ്കാല നിവേദ്യം പ്രവർത്തിക്കാൻ ദേവിക്ക് നൽകാനായി സാധിക്കുമെന്നുള്ളത് ഭക്തർക്കും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾക്കെല്ലാം ഒരേ കണക്കിൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേസമയം തന്നെ തിരക്കിന്റെ കാര്യം, കഴിഞ്ഞ എല്ലാ വർഷത്തെക്കാളും ഏറ്റവും കൂടുതൽ തിരക്ക് ഇത്തവണ ഉണ്ട് എന്നുള്ളൊരു തെളിവ് തന്നെയാണ് പലയിടങ്ങളിലും കാണുന്നത്. തിരുവനന്തപുരം വെള്ളയമ്പലം കവടിയാർ പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നല്ല തിരക്കുണ്ട്. വലിയ സാധാരണഗതിയിൽ ഉണ്ടാകുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകൾ പങ്കാളിത്തം സ്വീകരിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയ ഒരു പങ്കാളിത്തം തന്നെയാണ്, സ്വീകാര്യത തന്നെയാണ് ഉണ്ടാകുന്നത്. വർഷാവർഷം കൂടുന്തോറും 18ഉം 20ഉം വർഷത്തോളം പൊങ്കാലയിട്ടവരുണ്ട്. ഏറെ വർഷത്തോളം പൊങ്കാലയിട്ട ആളുകളുണ്ട്. അവരൊക്കെയും പറയുന്നത് ഓരോ വർഷം കൂടുന്തോറും ആളുകൾ കൂടുകയാണ് എന്നാണ്. അതേസമയം ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് എല്ലാവരും ഈ കർമ്മം ചെയ്തു വരുന്നത്. ഈ ചൂട് വളരെ കൂടുതലാണെങ്കിലും എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നത്. അതുകൊണ്ട് ആറ്റുകാൽ ദേവിക്ക്
പൊങ്കാല അർപ്പിക്കുമ്പോൾ ചൂടൊരു പ്രശ്നമല്ല, ഈ നിലവിലെ സാഹചര്യമല്ല. ഇനി മഴ പെയ്താൽ പോലും അവർ അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ പൊങ്കാല തുടരുമെന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയം തന്നെ രാജ്ഭവന്റെ പരിസരത്ത്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് എല്ലാ മേഖലകളിലും വലിയ ജനക്കൂട്ടമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള അടുപ്പ് തയ്യാറാക്കിയത് തന്നെ ഒരു മാസം മുൻപ് തന്നെ പലയിടങ്ങളിലും അടുപ്പുകൾ തയ്യാറാക്കി കല്ലുകൾ വെച്ച് സ്ഥലം ബുക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യമെല്ലാം കാണുകയുണ്ടായിരുന്നു. അത് ഉണ്ടായാൽ പോലും തലസ്ഥാനത്ത് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തിനൊരു കുറവുമില്ല. എല്ലാവർക്കും കൃത്യമായി ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ കിട്ടി, തർക്കങ്ങൾ ഉണ്ടായില്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഈ തിരുവനന്തപുരത്തെ ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ പ്രദേശങ്ങളിലും ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായി ഈ സ്ത്രീകൾ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാടും കണ്ണൂരും കോഴിക്കോടും ഒക്കെ പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. ഏറ്റവും കൂടുതലും മറ്റു ജില്ലകളിൽ നിന്ന് എത്തുന്നവർ പരമാവധി അമ്പലത്തിനോട് ചേർന്ന് പൊങ്കാല ഇടാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ അവർ ഒരുക്കി. കൂടുതൽ പേരും ആ പ്രദേശത്ത് തന്നെയുണ്ട്. ഏറ്റവും കൂടുതലും മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഈ തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രമായ, അതായത് റെയിൽവേ സ്റ്റേഷൻ പരിസരം, അതോടൊപ്പം മണക്കാട്, അതിനടുത്തേക്ക് കിഴക്കേക്കോട്ട പരിസരം, പടിഞ്ഞാറക്കോട്ട, അതേപോലെ തന്നെ കരമനയിലേക്ക് പോകുന്ന ഭാഗങ്ങൾ, കരമന എന്നിങ്ങനെ പ്രദേശങ്ങളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളുള്ളത്. പ്രധാനമായും അവർക്ക് തിരിച്ച് യാത്ര ചെയ്തു പോകാനുള്ള സൗകര്യം കൂടി വലിയ തോതിലുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം അടുത്തായതുകൊണ്ടാണ്. എന്നാൽ അതേസമയം തിരുവനന്തപുരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ അവരുടെ ദിശയിലേക്കായിരിക്കും കൂടുതലും പരിഗണിക്കുന്നത്. അതായത് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ആ ദിശയിൽ നിന്നുള്ള ആളുകളെല്ലാം ഏകദേശം ഈ പാപ്പനംകോട്, കരമന പ്രദേശത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവർ അമ്പലത്തിന്റെ പ്രദേശത്തുണ്ടാകും. അല്ലാതെ ഈ ആറ്റിങ്ങൽ, കൊല്ലം മേഖലകളിൽ നിന്നെല്ലാം പത്തനംതിട്ടയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെല്ലാം കൂടുതലും തിരുവനന്തപുരം സിറ്റി പരിസരങ്ങളിലായിരിക്കും. അവർ ഏറെക്കുറയും ഇരിക്കുന്നത് തിരുവനന്തപുരം കവടിയാർ, വെള്ളയമ്പലം, പാളയം പ്രദേശത്തായിരിക്കും, അല്ലെങ്കിൽ ശാസ്ത്രമംഗലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഏകദേശം പേരൂർക്കട വരെയും ഈ പൊങ്കാലയ്ക്കുള്ള കലങ്ങൾ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ, ചില ഭാഗങ്ങളിൽ മാത്രം വളരെ കുറച്ച് കലങ്ങളായി ഒതുങ്ങി പലയിടത്തും തെന്നിയും തെറിച്ച് പൊങ്കാലയിടുന്ന ആളുകളുണ്ട്. അതും സ്വീകാര്യതയോടെ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയാണ്. എന്നാൽ നിരനിരയായി ക്ഷേത്രങ്ങളുടെ ഒരറ്റം മുതൽ ഇങ്ങറ്റം വരെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഏകദേശം കവടിയാറ് വരെയുണ്ട്. അതോടൊപ്പം ഈ പാപ്പനംകോട് വരെയുണ്ട്. അതല്ലെങ്കിൽ മണക്കാട് ആ പ്രദേശങ്ങളിലേക്കുണ്ട്. ഏതായാലും വലിയൊരു വ്യാപിപ്പിച്ച് കിടക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷൻ പരിസരവും അതോടൊപ്പം കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട ഭാഗങ്ങളിൽ തന്നെയാണ്. ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഈ കിള്ളിയാറിന്റെ പ്രദേശങ്ങളിലെല്ലാം നല്ല തിരക്കാണ്. ഏതായാലും തിരികെ മടങ്ങുമ്പോൾ പോലും അതേ ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിക്കും. അതായത് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു പോകാനായി ഈ ക്ഷേത്ര പരിസരത്തുള്ളവരാണ് അവസാനം എത്തുന്നത്. അതായത് അത്രത്തോളം തിരക്കാണ്. ഏതായാലും വലിയ നിയന്ത്രണത്തോടെ തന്നെയാണ് തിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തവണ യാത്രാ സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എത്തിയവരെല്ലാം ബസ് സൗകര്യം ഒരുക്കിയതിനെ കുറിച്ചും അതോടെ വാഹനങ്ങളിൽ എത്താൻ കഴിഞ്ഞതിനെ കുറിച്ചും വലിയ സന്തോഷത്തോടെയാണ് മറുപടി നൽകിയത്. അതിന് പ്രധാനമായി കാരണം തന്നെ കൃത്യമായ ഏകോപനം അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ സുരക്ഷയും വലിയ തോതിലുണ്ട്. പിന്നെ ഭക്ഷണവും വെള്ളവും കൃത്യമായി പലയിടങ്ങളിലും കിട്ടുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും അതോടൊപ്പം ചില കൂട്ടായ്മകളും ഒന്നിച്ച് പലയിടങ്ങളിലും ഭക്ഷണവും വെള്ളവും കൃത്യമായി നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ അതിജീവിക്കുമ്പോൾ അവർക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം വേണ്ട രീതിയിൽ വന്നാൽ മെഡിക്കൽ സൗകര്യത്തിലും ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും കൃത്യമായി സമാധാനത്തോടെ പൊങ്കാല അർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 1:15 തന്നെ ഈ കൃത്യമായ സമയത്ത് തന്നെ ഈ പൊങ്കാല നിവേദ്യം അർപ്പിക്കും. അതിനുശേഷം പലയിടങ്ങളിലേക്ക് എത്തി ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കും. അതിന് പിന്നാലെ ഓരോ സ്ഥലങ്ങളിലും ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നതനുസരിച്ച് ഓരോരുത്തരും അവിടെ നിന്ന് മടങ്ങും. ഏതായാലും ഈ പുറത്തേക്ക് ഇനി ആരിറങ്ങിയാലും പൊങ്കാല നിവേദ്യം ആർക്കും കൈമാറും, ആർക്കും നൽകും എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുമ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് പോലും പൊങ്കാല നിവേദ്യം നൽകാനായി ഒരുപാട് പേരുണ്ട്. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ പോലും കൃത്യമായി വെള്ളവും ഭക്ഷണവും എല്ലാം കൃത്യമായി നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തലസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദേശീയ ഉത്സവം തന്നെയാണ്. അത് ആ ഒരു തലത്തിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. കടകൾ പോലും അടച്ചിട്ടിരിക്കുന്നു. സിറ്റിയിൽ പോലും പലയിടങ്ങളിലും തിരക്കുണ്ടെങ്കിലും എല്ലാം സൗജന്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം, ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കി വരുന്നത്. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാനാകുന്നുണ്ട്. അനാവശ്യമായ പാർക്കിംഗ്